അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ഫിഖ് മൂന്നാമത്തെ ക്ലാസ് ഇന്ന് നടക്കുകയാണ്. കഴിഞ്ഞ രണ്ട് പാരഗ്രാഫും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സവാലുൽ മവാനി വഉറൂദുഹ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ നീങ്ങലും തടസ്സങ്ങൾ പുതുതായി ഉണ്ടാകലും. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർബന്ധമാകാനുള്ള തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ നീങ്ങലും പുതുതായി ഉണ്ടാകലും. ഇതാ സാലത്ത് ഹാദിഹിൽ മവാനിൽ ഇതാ സാലത്ത് ഹാദിഹിൽ മവാനിൽ അൽ കുഫ്ർ വൽ ജുനൂൻ വസ്സിബ വൽ ഹൈദ് വൻ നിഫാസ് വബഖിയ മിനൽ വഖ്തി ഖദ്റു തക്ബീറ വജബത് തിൽക സലാത്ത് വല്ലത്തി ഖബ്ലഹ ഇൻ കാനത്ത് തുജ്മഉ മഅഹ. ഇതാ സാലത്ത് ഹാദിഹിൽ മവാനിയു, ഈ തടസ്സങ്ങൾ ഒക്കെ നീങ്ങിയാൽ. ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത് അൽ കുഫർ, കാഫിറായിരിക്കുക എന്നൊരു തടസ്സമാണ്. വൽ ജുനൂൻ, ഭ്രാന്ത് മറ്റൊരു തടസ്സമാണ്. വസ്സിബ, കുട്ടിയായിരിക്കുക എന്നത് മറ്റൊരു തടസ്സമാണ്. അൽ ഹൈദു വൻ നിഫാസ്, ഹൈദും നിഫാസും മറ്റു തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങളൊക്കെ നീങ്ങുകയും വബഖിയ മിനൽ വഖ്തി, ആ നിസ്കാരത്തിൻ്റെ സമയത്ത് നിന്ന് ബാക്കിയാവുകയും ചെയ്താൽ ഖദ്റു തക്ബീറത്തിൻ, ഒരു തക്ബീർ ചൊല്ലാനുള്ള സമയം. എന്നാൽ വജബത്ത് തിൽക സലാത്തു, ആ നിസ്കാരം നിർബന്ധമാകും. വല്ലത്തി ഖബ്ലഹ, അതിൻ്റെ തൊട്ട് മുമ്പുള്ള നിസ്കാരവും നിർബന്ധമാകും. എപ്പോഴാണ് തൊട്ട് മുമ്പുള്ള നിസ്കാരം നിർബന്ധമാകുന്നത്? ഇൻ കാനത്ത് തുജ്മഉ മഅഹ, ഈ നിസ്കാരം മറ്റതിനോട് കൂടെ ജമ്മാക്കപ്പെടുന്നതാണെങ്കിൽ. അതായത് ഉദാഹരണം അസറാണ് എന്ന് വെച്ചാൽ അസറിൻ്റെ മുമ്പുള്ള നിസ്കാരം ദുഹറാണല്ലോ, ആ ദുഹറും കൂടി നിർബന്ധമാകും. വലൗ അദ്റക മിനൽ വഖ്തി ഖദ്റൽ ഫർദ്, ഇനി വഖ്തിൽ നിന്ന് ഒരു ഫർദ് നിസ്കരിക്കാനുള്ള സമയം ലഭിച്ചു. സുമ്മ അറദൽ മാനിയു, പിന്നെ തടസ്സമുണ്ടായി. തടസ്സം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുഫുറു ജുനൂന് സിബ ഹൈദ് നിഫാസ് ഒക്കെ. ഉദാഹരണം, ഒരു ഹൈദുണ്ടായി, വഖ്തിൽ നിന്ന് ഒരു ഫർദ് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയതിന് ശേഷം ഹൈദുണ്ടായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തടസ്സമുണ്ടായി. എന്നാൽ വജബത്ത് തിൽക സലാത്തു, എന്നാൽ ആ നിസ്കാരം നിർബന്ധമാകുന്നതാണ്. ഇനി ഹദ്ദു താരിഖി സലാത്ത്, നിസ്കാരം ഒഴിവാക്കുന്ന ആൾക്കുള്ള ശിക്ഷ, പ്രതികാര നടപടി. ഹദ്ദു താരിഖി സലാത്ത്, നിസ്കാരം ഒഴിവാക്കിയാൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവന് എന്ത് ശിക്ഷാ നടപടിയാണ് കൊടുക്കേണ്ടത്? അതിനെ സംബന്ധിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഉജൂബു സ്വലാത്തി മഅലൂമും മിനദ്ദീനി ബിദ്ദറൂറത്തി, നിസ്കാരം നിസ്കാരത്തിൻ്റെ നിർബന്ധം എന്നത്, നിസ്കാരം നിർബന്ധമാണ് എന്നത് മഅലൂമും മിനദ്ദീനി, ദീനിൽ നിന്ന് അറിയപ്പെട്ട കാര്യമാണ്. ബിദ്ദറൂറത്തി, ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട കാര്യമാണ്, നിർബന്ധമായും അറിയപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫമൻ ജഹദഹു, ആ നിസ്കാരം നിർബന്ധമാണ് എന്നതിനെ ഒരാൾ നിഷേധിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി. അതുകൊണ്ട് വഖുത്തില ബികുഫ്രിഹി, അവൻ കാഫിറായി എന്ന കാരണം കൊണ്ട് അവനെ കൊല്ലപ്പെടണം. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആ ഭരണാധികാരി അവനെ കൊല്ലണം. വമൻ അഖ്റജഹ അൻ വഖ്തിഹ, ഇനി അവൻ നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നവനാണ്, പക്ഷേ വമൻ അഖ്റജഹ, അവനെ ആ നിസ്കാരത്തെ അവൻ പുറപ്പെടുവിച്ചാൽ, അൻ വഖ്തിഹ, നിസ്കാരത്തിൻ്റെ ആ നിശ്ചിത സമയത്തെ തൊട്ട് പുറപ്പെടുവിച്ചാൽ, വഖ്തി ജമ്മിഹ, അതിൻ്റെ ജമ്മിൻ്റെ വക്തിനെ തൊട്ടും പുറപ്പെടുവിച്ചാൽ. ചില നിസ്കാരങ്ങൾ മറ്റ് നിസ്കാരങ്ങൾക്ക് ജമ്മാക്കാൻ പറ്റും.
ഇപ്പോൾ ളുഹുർ അസർ, അപ്പോൾ ആ ളുഹുറിനെ അസറിലേക്ക് ജമ്മാക്കാൻ പറ്റുന്നത് കൊണ്ട് ആ ജമ്മിൻ്റെ സമയമായ ആ ബസറിൻ്റെ സമയവും കൂടി കഴിഞ്ഞാലേ ഇവൻ്റെ മേൽ പ്രതികാര നടപടി ഉണ്ടാവുകയുള്ളൂ. ഒമൻ അഖ്റജഹ അൻ വക്തിഹ വ വക്തി ജമ്മിഹ, അതിൻ്റെ സമയത്തെ തൊട്ടും അതിൻ്റെ ജമ്മിൻ്റെ സമയത്തെ തൊട്ടും അവൻ പിന്തിച്ചാൽ, അവൻ അതിനെ പുറപ്പെടിച്ചാൽ, കസലൻ മടിയായിട്ട്, എന്നാൽ കുത്തില അവനെ കൊല്ലപ്പെടണം ഹദ്ദായിട്ട്, പ്രതികാര നടപടിയായിട്ട്. ലാ കുഫ്രൻ, അവൻ കാഫിറായതുകൊണ്ടല്ല, അതുകൊണ്ട് ഫയുഗ്സലു, അവനെ കുളിപ്പിക്കപ്പെടണം, വയുസല്ല അലിഹി, അവൻ്റെ മേൽ നിസ്കരിക്കപ്പെടണം, വയുദ്ഫനു, അവനെ മറമാടപ്പെടണം, ഫി മക്കാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മക്ബറകളിൽ അവന് മറമാടപ്പെടുകയും വേണം. എന്നാൽ നിസ്കാരത്തെ നിഷേധിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ആളാണെങ്കിൽ അവനെ കുളിപ്പിക്കുകയില്ല, കഫൻ ചെയ്യുകയില്ല, അവനെ നിസ്കരിക്കുകയില്ല, മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ അവനെ മറമാടപ്പെടുകയില്ല, കാരണം അവൻ കാഫറായതുകൊണ്ട്.